നമ്മുടെ ദൈവത്തിൽ സംസാരിക്കാൻ പ്രാർത്ഥനയോട് നമുക്ക് ആയിരിക്കാം. ആരാധിക്കുന്ന ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഞായറാഴ്ചത്തെ ഞങ്ങൾ ആരാധിക്കുവാനായിട്ട് വന്ന് ഞങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. നന്ദി നന്ദി, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ നന്ദി കർത്താവ്. ഈശോയെ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യ വരാമെന്ന് പറഞ്ഞ കർത്താവെ നന്ദി, അങ്ങേ ആരാധിക്കുന്നു. ഓർത്ത് കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഈശോയെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞങ്ങൾ നടത്തിയ ദൈവമേ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ വിശ്വാസത്തിൽ നടത്തി കൃപയ്ക്ക് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. യേശു ആരാധിക്കുന്നു, യേശു ആരാധിക്കുന്നു. ദൈവമേ സ്തോത്രം. നന്ദി പറയുന്നു. കർത്താവിന്റെ ഈശോയെ ഞങ്ങളുടെ വീക്ക്നെസ്സുകൾ, ഞങ്ങളുടെ കുറവുകളെ എല്ലാം അറിയാവുന്നവനായ ദൈവമേ അറിവുള്ളവനെ കർത്താവെ എന്നിട്ടും ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പനെ യേശു ആരാധിക്കുന്നു. നല്ല അപ്പനെ ദൈവമേ സ്തോത്രം. യേശു ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കൃപയുടെ കീഴിൽ ഞങ്ങൾ നിർത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം. നന്ദി പറയുന്നു. യേശു ആരാധിക്കുന്നു, ആരാധിക്കുന്നു. സ്തോത്രം. അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് ആരാധന. യേശു ആരെങ്കിലും ഈ ദിവസം കർത്താവേ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അത്ഭുതം ചെയ്യണമേ. ഓർക്കുന്നു കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ തൊടണമേ. വേദനകളുടെ കർത്താവെ, കർത്താവ് ഏത് വേദനകളിലാണ് യേശുവിന്റെ നാമത്തിൽ കൊടുക്കുന്നവനാണല്ലോ ദൈവമേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ സ്തോത്രം. യേശു ആരാധിക്കുന്ന ആരാധിക്കുന്നു കർത്താവേ. കർത്താവിന്റെ ഈശോയെ പാസ്റ്ററേയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ദൈവമേ സ്തോത്രം. ദൈവമേ സ്തോത്രം. കർത്താവ് പ്രാർത്ഥിക്കുന്നതിനും കർത്താവെ ഭവനം ഒരുക്കി തന്ന ഈശോയെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരാധിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ഈശോയെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവെ. യേശു ആരാധിക്കുന്നു. ഞാൻ കർത്താവെ വചനം സംസാരിക്കണമേ, കർത്താവെ അങ്ങനോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ഇടപെടണമേ കർത്താവെ. ഈശോയെ സ്തുതിയും സ്തോത്രം. യേശു ആരാധിക്കുന്നു. ഹല്ലേലൂയ. എന്തെങ്കിലും കർത്താവെ എന്തെങ്കിലും തെറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ രക്തം കൊണ്ട് മുദ്ര വെക്കണമേ. പരിശുദ്ധ നാമനെ ഏറ്റെടുക്കണമേ. സംസാരിക്കണമേ, സംസാരിക്കണമേ എന്ന് പറയുന്നു. അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശു ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. കൃപയാൽ കാക്കണമേ, കാക്കണമേ, കരുണയായിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശു ആരാധിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാമത്തിന് സ്തുതിയും ആരാധനയും. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ എനിക്ക് എല്ലാവരോടും ഒരു പറയാനുള്ളത്, വചനത്തിനെ കുറിച്ച് നമുക്ക് വളരെ ചെറിയ ഒരു അറിവുള്ളൂ. തീർച്ചയായിട്ടും പഠിച്ചു വരുന്നത് കടലാണ്. യെസ്. പക്ഷെ ദൈവം പാസ്റ്ററിനെ എന്നോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ആഴ്ചകളായിട്ട് എന്നെ അലട്ടുന്ന ഒരു കാര്യത്തെ കുറിച്ച്, പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം. ഒരു വചനം ഒന്ന് വായിച്ചു കളയാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മളിപ്പോ ഈ സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ പുറത്തേക്ക് നോക്കുവാനാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അതിലേക്ക് നോക്കും. നമ്മളുടെ എന്താണ് കുറവ് എന്ന് നമ്മൾ നോക്കാൻ ഒരു 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 ഇതില്ല, നാച്ചുറൽ ആയിട്ടൊരു കാര്യം. അപ്പൊ ഞാനിതില് വായിക്കുന്നത്, അപ്പൊ ഇതില് ഈ സുവിശേഷത്തില് വായിക്കുമ്പോ എനിക്കിതിൽ ഈ മത്തായിയുടെ സുവിശേഷത്തിലൂടെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് ഈ ചിന്തകൾ വന്നത്. അപ്പൊ അന്നേരം ഇത് വായിച്ചപ്പോഴും ഈ സുവിശേഷം ഞാൻ ഇതിൽ നിന്ന് തന്നെ ഉള്ളൂ, ഇത് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ മത്തായിയുടെ സുവിശേഷം 9:12 ഒന്ന് വായിക്കാം. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. It is not the healthy who need a doctor, but the sick. കൃപ. നമ്മള് ഈ ഡോക്ടർമാരെ പലപ്പോഴും നമ്മൾ കണ്ടു കാണും. വളരെ ചില സ്മോക്ക് ചെയ്യുന്നവരുണ്ട്, ഡ്രിങ്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വളരെ തടിയുള്ളവരുണ്ട്, കൊളസ്ട്രോളുള്ളവര്, ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ളവരുണ്ട്. പക്ഷെ അവരെന്നാ പറയുന്നത്, സ്മോക്ക് ചെയ്യരുത്, കുടിക്കരുത്, നല്ല എക്സസൈസ് ചെയ്യണം, തടി കുറയ്ക്കണം, അതേ പ്രശ്നമാണ് എന്നൊക്കെ പറയും. അപ്പോഴ ഇവര് ഒരു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേരന്റ് പറയുകയാണ്, എന്റെ കൊച്ചിനോട് ഞാൻ പറയുകയാണ്, മോനെ ഇരുന്ന്
എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കണം, വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, അതില് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ പല സിറ്റുവേഷനുകളാണ് ഓരോ ദിവസം കാണാം. ഇതിന്റെ ഒക്കെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡോക്ടർക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ദൈവമേ നന്ദി. മത്തായിയുടെ സുവിശേഷം 9:16-17 വരെ. കോടിത്തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലുതായി തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകർന്ന് അവൻ വെക്കുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. ഈ നമ്മുടെ ഓൾഡ് വൈന്, ഇപ്പൊ ഓൾഡ് വൈൻ സ്കിൻ ആണെങ്കിൽ അത് ഓൾറെഡി അത് ഈ സ്ട്രെച്ച്ഡ് ആണ്. അപ്പൊ അത് ഒരു പുതിയ ഒരു വൈൻ സ്കിന്നുമായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. നമ്മുടെ ചിന്തകള്, നമ്മൾ വളരെ ഒരു റിജിഡ് ആയിട്ടുള്ള ചിന്തകള്, അല്ലെ ട്രഡീഷൻസിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഓരോ ഐഡിയാസില് ഇതാണ് ശരി എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് പുതുതായിട്ടൊന്നും പഠിക്കാനായിട്ട് ദൈവത്തിനൊന്നും പറഞ്ഞു തരാൻ നമ്മളോട് പറയാനോ നമ്മൾ അതിൽ ജീവിക്കാനോ പറ്റുന്നില്ല. നമ്മുടെ കുറവുകളെ ഒന്നും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളപ്പോഴ് നമ്മള് മറ്റുള്ളവരെ ഇങ്ങനെ വിധിക്കാനും ഈ ഓൾഡ് വൈൻ സ്കിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾഡ് വൈൻ സ്കിന്നിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറെ ഇങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഫെർമെന്റ് ചെയ്ത് അത് അങ്ങോട്ട് സ്ട്രെച്ച്ഡ് ആയിട്ട്. അപ്പൊ അത് പുതിയ വൈൻ സ്കിന്നിലേക്ക് ഒഴിച്ചു കഴിയുമ്പോഴേക്കും അത് ഇനി അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല, അങ്ങ് പൊട്ടിപ്പോകും. ഇതാണ് അതാ പറഞ്ഞു വന്നത്. എനിക്ക് എന്നെ പോലെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാ. കർത്താവേ നന്ദി നന്ദി, ആരാധിക്കും. മത്തായിയുടെ സുവിശേഷം 4:8 നമുക്ക് നോക്കാം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. And again, the devil took him to a very high mountain and showed him all the kingdoms of the world and their splendor. Amen. And all this I will give you. Amen. He said, if you bow down. പിന്നെ പിശാച് അവനോട് വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. ദൈവം പറഞ്ഞത് ഇപ്പൊ നമ്മളോട് ഒരു പിശാച് സംസാരിക്കുവാണെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നത്? ഒന്ന്, അവനെ കുറിച്ചൊന്ന് കുറ്റം പറഞ്ഞാല്, അവനെ ഒന്ന് തള്ളി പറഞ്ഞാല്, അല്ലെങ്കിൽ നീ ദൈവത്തിന് പറഞ്ഞാലല്ല കേൾക്കേണ്ടത്, നിനക്ക് തോന്നുന്ന പോലെ ലോകം എങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നത് അതുപോലെ നീ ഒന്ന് ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളിപ്പോ ഒരാളെ ഇങ്ങനെ ഈ കുറ്റം പറയുകയും അല്ലെങ്കിൽ നമ്മള് ലോകം പറയുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മള് അവരുടേതുപോലെ ആവുന്നു. അപ്പോഴ് നമുക്ക് കൂടുതലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. കാരണം നമ്മള് എല്ലാവരെ പോലെയും കുറ്റം പറയുകയും അവരെ കുറിച്ചും ഇവരെ കുറിച്ചും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. അപ്പൊ നമ്മള് ലോകത്തിന്റെ എല്ലാം ഫ്രണ്ടായിരിക്കും, ഒരു പ്രശ്നമില്ല. പക്ഷെ ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ട് നമ്മള് കൂടാതിരിക്കുമ്പോഴോ പിന്നെ നമ്മളെ അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ മത്തായിയുടെ സുവിശേഷം 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. You are the salt of the earth, but if the salt loses its saltiness, how can it be made salty? 14. Sorry. You are the light of the world. A town built on a hill cannot be hidden. Neither do people light a lamp and put it under a bowl. Instead, they put it on its stand,
and it gives light to everyone in the Everybody. house. Yes. Amen. In the same way, let your light shine before others, Hallelujah. that they may see your good deeds and Amen. glorify your Father in heaven. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം. നമ്മളത് പറയുമ്പോൾ നമ്മള് ഒരു സോൾട്ടാണ്, സോൾട്ട് Amen. എന്നാണ് പറയുന്നത്. Amen. 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 നമ്മുടെ പഴയ മനുഷ്യനാണെങ്കിൽ Amen. നമ്മള് പ്രശ്നങ്ങളും കുറവുകളും ഒക്കെ ഉള്ള മനുഷ്യരാണ്. Hallelujah. നമ്മള് സോൾട്ടാണ്. Amen. സ്തോത്രം. നമ്മളവിടെ ലൈറ്റ്, വി ആർ ദ ലൈറ്റ്. Amen. Amen. ഒരു ലാമ്പാണ്. അപ്പൊ അത് എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നതാണ്. Hallelujah. ഈ വെളിച്ചം ഒരു സ്റ്റാൻഡേർഡ് വെച്ച് എല്ലാവർക്കും കാണാനായിട്ടുള്ളതാണ്. Yes. ഉള്ളതാണ്. Amen. അപ്പൊ ഈ നമ്മുടെ കുറവുകളൊക്കെ ഉള്ളതാണെങ്കിൽ Amen. നമ്മൾ ഒരിക്കലും ഒരു വെളിച്ചമായിട്ട് മാറുന്നില്ല. Hallelujah. കൃപദാപ്പ. പക്ഷെ ഈ കുറവുകളിലൂടെ നമ്മൾ ഈ ലൈറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് കൃപ ചിന്തിച്ചു കൃപ കഴിഞ്ഞാൽ കൃപ കൃപ. ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ Amen. നമ്മളെ പല പ്രശ്നങ്ങളിൽ കൂടെ സ്തോത്രം. നമ്മളെ ദൈവം കടത്തി വിടുമ്പോൾ Amen. Amen. അന്നേരം പിടിച്ചു നിൽക്കാനായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പിടിച്ചു നിൽക്കുന്നവനാണ്. കൃപ. വചനത്തിൽ മനസ്സിലാക്കി അതിൽ നടക്കുന്നവനാണെങ്കിൽ Amen. അന്നേരമാണ് നമ്മള് ലൈറ്റായിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ലൈറ്റിന്റെ Hallelujah. ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റിന്റെ വെളിച്ചം കൂടി ഇങ്ങനെ വരിക. Amen. ആ സോൾട്ടിനെസ് പതുക്കെ പതുക്കെ ഇങ്ങനെ കൂടി വരിക. കൃപ 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 കൃപ. എന്നാലും ഈ എല്ലാം പ്രോസ്പർ ആയിട്ടും എല്ലാം നന്നായിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും ഒരു കുഴപ്പമില്ല. അവരും ചർച്ചിൽ പോകുന്നുണ്ട്, എല്ലാം നന്നായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവര് എല്ലാം വചനം കൊടുക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. Amen. കൃപ. അവരും അപ്പൊ എന്നാ പിന്നെ അവർക്കും ലൈറ്റ് അല്ലേ, അവരും സോൾട്ട്. Praise the Lord. അവർക്ക് അവിടെ ഒരു ഡിഫറൻസ് അല്ല. കൃപ കൃപ കൃപ. അവസാനം പറയുന്നു, Amen. they may see your good deeds and glorify your Father in heaven. Amen. Amen. അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. കൃപ. Yes. Amen. നമ്മുടെ ഗുഡ് ഡീഡ്സ് കാണാം. Amen. പക്ഷെ ഒരു കുറവുകളിലൂടെ പോയൊരു മനുഷ്യനെ അവനായിരിക്കും ഗ്ലോറി ചിലപ്പോൾ കിട്ടാൻ. കൃപ 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 കൃപ. പക്ഷെ കുറവുകളില്ലാതെ പോയ മനുഷ്യന്, Amen. പക്ഷെ കുറവുകളിലൂടെ പോയ ഒരു മനുഷ്യന് Amen. അവൻ നോക്കുമ്പോഴും എന്നിട്ടും ദൈവവചനത്തില് നിൽക്കുമ്പോൾ, അതില് ദൈവവചനം പറയുന്നതനുസരിച്ച് നടക്കുവാനായിട്ടുള്ള ദൈവത്തെ ഈശോയെ ഫോളോ ചെയ്യുന്നവനായിട്ട് ഒരു ഡിസൈപ്പിൾ ആയിട്ട് നടക്കുമ്പോൾ Amen. അവനെ അത് ദൈവത്തെ ആയിരിക്കും. Hallelujah. ഇതാണ് വചനം പറയുന്നത്. Amen. Amen. കൃപ കൃപ കൃപ. മത്തായിയുടെ ശേഷം 18:15. Amen. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെ കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിയും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. So if your brother or sister sins, go and point out their fault just between the two of you. If they listen to you, you have won them over. ഇത് പറയുമ്പോഴേ എന്റെ കൂടെയാണ് വരിക, ഈശോയുടെ കൂടെ. അപ്പൊ അന്ന് ശിഷ്യന്മാരും ഒക്കെ ഇങ്ങനെ നടക്കുവാണ്. കൃപ കൃപ. അപ്പൊ അന്നേരം അവരോട് പറയാണ്, ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് you have to point them out. The mistakes are എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് അത് വളരെ സന്തോഷമായി അതൊക്കെ കേട്ട് അവര് നടക്കുവാണ് കൂടെ. അപ്പൊ അന്നേരം കുറച്ച് വീണ്ടും നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇമാജിൻ ചെയ്യണം, അവർ നോക്കിയപ്പോഴേക്കും ഈ ശിഷ്യന്മാരെല്ലാം അവരുടെയും ഇവരുടെയും ഒക്കെ കുറ്റങ്ങൾ അവരിങ്ങനെ ചെയ്യുന്നില്ല, ഇവരിങ്ങനെ ചെയ്യുന്നില്ല, അവരോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നില്ല, ചർച്ചിൽ വരുന്നില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ട്രഡീഷൻസിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവര് പല കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ തുടങ്ങി. നമുക്ക് മത്തായി 7 പോവാം. 7:1 മത്തായി 7:1 തൊട്ട് ഒരു
5 വരെ അങ്ങ് വായിക്കാം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൾ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. Do not judge, or you too will be judged. For in the same way you judge others, you will be judged. Amen. And with the measures you use, it will be measured to you. Why do you look at the speck of sawdust in your brother's eye, and pay no attention to the plank in your own eye? How can you say to your brother, let me take the speck out of your eye, Amen. when all the time there is a plank in your eye? Amen. You hypocrite, first take the plank out of your own eye, then you will see clearly to remove the speck from your brother's eye. Amen. അപ്പൊ നമ്മള് ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോ എങ്ങനെ ഈശോ കേട്ട് കഴിഞ്ഞപ്പോഴിങ്ങനെ എല്ലാം ഇങ്ങനെ ഈ കുറ്റങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടായിരിക്കും പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ വലിയ ഒരു നിങ്ങളുടെ കണ്ണിൽ കിടക്കുമ്പോൾ ചെറിയ ഒരു സോഡസ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് കാണാൻ എന്നുള്ളത്. അപ്പൊ ഇത് ഇവിടെ ഞങ്ങൾ മത്തായിയുടെ സുവിശേഷം വായിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഇതിവിടെ ഞങ്ങൾ 2 ദിവസം കിടന്നു. അപ്പോഴാ ഇത് വലിയ പാടുള്ള പരിപാടി. നമുക്കെല്ലാവരെയും ജഡ്ജ് ചെയ്യാനും വളരെ ഈസിയാണ്. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ കുറവുകൾ കണ്ടിട്ട് ആണ് ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് ദൈവം പറയുക. കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ദൈവം തന്നെ അത് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവം എന്റെ കുറവുകളെ ഒന്ന് കാണിച്ചു തരണം. So that I may not judge. സ്തോത്രം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 18:15 ആമേൻ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 18 Then truly I tell you, whatever you bind on earth will be bound in heaven. Amen. Whatever you loose on earth will be loosed in heaven. Amen. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മള് ക്ഷമിക്കുവാണെങ്കിൽ, നമ്മൾ ഒരാളുടെ കുറ്റം നമ്മൾ കാണാതിരിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുറവ് കാണാതിരിക്കാൻ പറ്റുക. നിങ്ങൾ എന്നിലൊരു കുറവ് കാണുന്നില്ല, ഇവനൊന്നും വരണം പറയാൻ ഒരു അംഗീകം കിട്ടിയില്ല ഇതുവരെ എന്ന് പറയാൻ കാണാതിരിക്കാൻ പറ്റുക. നിങ്ങളൊരു കുറ്റം ഞാൻ കാണാതിരിക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവവും അത് തന്നെയാണ് ചെയ്യാൻ പോകും. അപ്പൊ ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ടുള്ള ഒരു വഴി നമുക്കിവിടെ ഇതുവഴി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇത് ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ കിട്ടുന്നില്ല. നമ്മളെ കുറിച്ച് ഒരു കുറ്റം പറയാൻ പറ്റുന്നില്ല. അതോർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് അതൊരു മീനിങ്ഫുൾ ആയിട്ട് തോന്നി. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്? ദൈവം എനിക്കൊരു റിവാർഡുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ചെയ്യുന്നതിനോട് എനിക്ക് അങ്ങനെ ആലോചിക്കുന്നതിനോട് വചനത്തോട് ഇച്ചിരൂടെയും ഒരു സന്തോഷം. നന്ദി കർത്താവേ, നന്ദി. മത്തായി 18 തന്നെ 30-35. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഇത് സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ.
എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കേണ്ടതിന് കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഇതും സെയിം തന്നെയായ ഒരു ദൈവം ഈശോ നമ്മളെ കാണിച്ചു തരുവാണ്. കൃപയെ Then the master called the servant, "You wicked servant." He said, "I cancelled all the debts സ്തോത്രം because you paid me too. അമേൻ. Shouldn't you have mercy on your fellow servant just as I have on you?" ഹല്ലേലൂയ. ആമേൻ. ഇതാണ് ദൈവത്തിന്റെ ക്യാരക്ടർ. ആമേൻ. നമ്മള് ജഡ്ജ് ചെയ്യുന്നത് പോലെ, നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നത് പോലെയാണ് അവൻ നമ്മെ ചെയ്യുന്നില്ല. നമ്മളെ ഹല്ലേലൂയ. നമ്മളോട് കരുണ കാണിച്ചത് മറ്റുള്ളവർ സ്തോത്രം കരുണ കാണിപ്പാൻ വേണ്ടി. യെസ്, ആ ഒരു ദൈവത്തിന്റെ ക്യാരക്ടറാണ് ഹല്ലേലൂയ. നമ്മളോട് പഠിക്കേണ്ടത്. ഹല്ലേലൂയ. എനിക്ക് വചനത്തിലൂടെ മനസ്സിലാവുന്നത്. കൃപയേ ആ ക്യാരക്ടറിലേക്കാണ്. അങ്ങനെയാണ് നമ്മൾ പതുക്കെ ലാമ്പ് റൈറ്റ് ആയിട്ട് വരുന്നത്. ആമേൻ. അതുപോലെ മത്തായി 16:5-12. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. ആമേൻ. എന്നാൽ യേശു അവരോട്, നോക്കുകയും പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം കൊണ്ടുവരായികയാലായിരിക്കുമെന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, ആമേൻ. അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നതെന്ത്? ആമേൻ. ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? ഹല്ലേലൂയ. 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തുവെന്നും ആമേൻ. 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തുവെന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? ആമേൻ. അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് അവർ ഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇവിടെ be on your guard against the yeast of the Pharisees and Sadducees. Amen. Amen. ഇവിടെ ഈശോ തന്നെ ഒരു ഡയഗ്നോസ് ചെയ്യുക, Amen. ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ഇൻഫെക്ഷൻ. Amen. ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സാധനമാണ് ഈസ്റ്റ്. Amen. അത് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഓവർ പവർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ്, നമ്മൾ വീക്ക് ആകുമ്പോഴാണ് ഈസ്റ്റില് ഇൻഫെക്ഷൻ എടുക്കുന്നത്. Amen. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ സാഡുസിൻ ഫാരിസിന്റെ ഇവിടെ ഈസ്റ്റ്, ബ്രെഡിലുള്ള ഈസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷേ അത് ഇൻഫെക്ട് ചെയ്യാവുന്ന നമ്മളെയൊക്കെ ഈ അവരുടേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഇതിൽ നിന്ന് മാറാതെ ഇവർക്ക് വിശ്വാസത്തിനെ കുറിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് വിശ്വാസത്തിനെ കുറിച്ച് ഇവർക്ക് വിശ്വാസമില്ലാതെ വന്നൊരു സാഹചര്യമാണ്. കാരണം മനസ്സിലാവുന്നില്ല, അവര് ഈശോ പറഞ്ഞത് എന്താണ്, ഇവർ കേൾക്കുന്നത് വ്യത്യസ്തമാണ്. അന്നേരം ദൈവം പറയുവാണ്, നിങ്ങൾക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഞാൻ തന്നിരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പിശാചിനെ തോൽപ്പിക്കുവാനായിട്ട് അതായത് ഈ ഫാരിസിസിനും ഈ സാരിസിസിനും അവർക്കൊക്കെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വചനം പറഞ്ഞത് അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയല്ലേ ഈ ശിഷ്യന്മാർ ഇത്ര നാളും കൂടെ അവരോടും ഇത് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതുപോലെയാണ് നമുക്കും ഈ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വരുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ
നമുക്കും അത് ദൈവം പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ വരുന്നു, ആമേൻ. പുറമെ കാണാൻ പറ്റാതെ വരുന്നു, ആമേൻ. നമുക്ക് മനസ്സിലാകാതെ വരുന്ന ഒരു ആമേൻ. അവസരമാണ്. കൃപ കൃപ അതുപോലെ നമ്മളോട് ഇപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുമ്പോൾ നമ്മളോട് കണ്ണ് കെട്ടിയിട്ട് നമ്മളോട് ഒരു കസേരയിൽ പോയി ഇരിക്കാൻ പറയുവാണെങ്കിൽ, നമ്മൾ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അറിയുന്നതും നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പോയി ഇരിക്കും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് പോയി നമ്മുടെ കണ്ണ് കെട്ടിയ കസേര മാറ്റിയാലോ എന്നുള്ളൊരു ഒരു ഇതാണ്. ഇതാണ് ഇതുപോലെ നമ്മളെ വിശ്വാസം പോയി കഴിയുമ്പോൾ നമ്മുടെ പാപത്തിലേക്ക് നമ്മൾ നടന്ന് അടുക്കുകയാണ്. ദൈവത്തോടെ വിശ്വാസം പോയി കഴിയുമ്പോൾ. മത്തായിയുടെ സുവിശേഷം 18:6-9. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യമെങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കും നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്കിടർച്ച ആയാൽ അതിനെ ചൂഴ്ന്ന് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതൻ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്കൊരു ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കൈയെ കുറിച്ച് പറയുന്നു. നമ്മൾ കൈ കൊണ്ട് നമ്മൾ പാപം ചെയ്യുവാണെങ്കിൽ അത് വെട്ടിക്കളയുക, അതിൽ കണ്ണെടുത്ത് കളയുക. ഈ കൈയുടെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഈ കൈ കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മേടിക്കുന്നത്. കൈ കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് യെസ് നോ ഇങ്ങനെ പലത് പറയാൻ പറ്റും. നമ്മൾ ഇതുപോലെയാണ് ഈ കൈയ്യ് നമ്മളിപ്പോ ഒരു കൊടുക്കണമെങ്കിൽ, നമുക്ക് ഒരാളെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കൊരു വിശ്വാസം അവരത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതിനായിട്ടും ഉപയോഗിക്കും, അല്ലെങ്കിൽ നല്ലതിനായിട്ട് മാറും. നമുക്ക് ആ ഒരു വിശ്വാസം ഉള്ളപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ചർച്ചിന്റെ ആവശ്യത്തിനായിട്ട് ഒരാളുടെ ഒരു കൽപ്പനയായിട്ട് നമ്മൾ നല്ലതിനായിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ നോ എന്ന് പറയുവാണെങ്കിൽ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൈകൊണ്ട് പറയുവാണെങ്കിൽ അതെനിക്ക് നല്ലതിനല്ലായിരിക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നോ പറയുന്നത്. ഇതിനെല്ലാം ഒരു നമ്മൾ ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസമാണ് അതിനെ നമ്മള് യെസും നോയും തീരുമാനിക്കുന്നത്. അതായത് നമ്മള് ഈ കൈകൊണ്ട് നമ്മള് ഈ കൊടുക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ ഒരു ദൈവത്തിലുള്ള വിശ്വാസം നമ്മളിപ്പോ കൊടുക്കുവാണെങ്കിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തില് കൊടുക്കുവാണെങ്കിൽ അത് നന്മയ്ക്കായിട്ട് മാറുന്നു. അല്ല അപ്പോഴ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാപം നമ്മളുടെ ശരിയായിട്ടുള്ളതല്ല ചെയ്യുന്നതെങ്കിൽ വിശ്വാസം പോയിട്ട് നമ്മൾ പാപത്തിന് ചേരുകയും ചെയ്യാം, പാപത്തിലേക്ക് വീഴുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത്, ഇത്രയും നേരം പറഞ്ഞു വന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു സിൻഫുൾ ബിഹേവിയറിലേക്ക് പോകുന്നത്. ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ വിശ്വാസം പോകുമ്പോൾ, ദൈവത്തിലുള്ള വിശ്വാസം പോകുമ്പോൾ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാം. നമ്മുടെ ആ ദൈവത്തോടുള്ള അടുപ്പം കുറഞ്ഞു കഴിയും. നമ്മള് പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ അന്നേരവും നമ്മള് ജഡ്ജ് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ആ സോൾട്ടിനെസ് പോകുന്നു,
നമ്മുടെ ലാമ്പ് അല്ലാതിരിക്കുന്നു. അമേൻ, അമേൻ. എന്നൊക്കെ കാര്യം എനിക്ക് മനസ്സിലായത് ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ കുറവുകളെ കാണാനായിട്ട് ഹല്ലേലൂയ. സാധിക്കുന്നില്ലേ? കൃപ, കൃപ, കൃപ. നമ്മുടെ വിശ്വാസത്തിലുള്ള കുറവ്, വിശ്വാസത്തിലുള്ള കുറവ്, നമ്മുടെ കുറവുകള് ഒക്കെ കാണുന്നില്ലേ? ഞാന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വിധിക്കാൻ പോകുന്നു. ഇതിലൂടെ തന്നെ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്നോടും അതുപോലെ എന്നോട് അതുപോലെ തന്നെയായിരിക്കും ദൈവം. അതാണ് എനിക്ക് എന്നെ ഇന്ന് മാറ്റുവാനായിട്ട്, എന്റെ ചിന്താഗതി, പ്രാർത്ഥനകളെ എനിക്ക് മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് ദൈവത്തിന്റെ കൃപ വേണം. കൃപയെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ ഒരു കുറവിനെ കാണാതിരിക്കാൻ സാധിക്കും. നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് ഒരു പാപമായി തീരാമെന്നുള്ളതാണ്. നമ്മള് അത് മറ്റുള്ളവരെ കുറ്റം പറയുകയും അതൊരു പാപമായി തീരുന്നെങ്കിൽ ദൈവത്തിന്റെ മുമ്പില് നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ആവുന്നില്ല. ദൈവം നമുക്ക് ഇതൊരു ഒരു ചിന്ത അങ്ങനെ തരട്ടെ എന്ന് ഞാനും ഓർക്കുന്നു, വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് there is a reward. അങ്ങനെ എനിക്ക് തന്നെ കൂടുതൽ പഠിക്കണമെന്നും കൂടുതൽ ദൈവം പറഞ്ഞു തരുമെന്നും നിങ്ങൾ എന്നെ വളരെയധികം ടച്ച് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. കാരണം കോമൺ ആയിട്ടുള്ള മനുഷ്യന് എല്ലാവരും ചെയ്യുന്നത്, ഞാൻ ജനിച്ചു തൊട്ട് വളർന്നതായിട്ട് ഇതുവരെയും അവിടെ ആ ഒരു ഏരിയയിൽ വലിയൊരു വ്യത്യാസമാണ്. അപ്പൊ അത് ദൈവം കാണിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു നിർത്തുന്നു. കർത്താവേ വചനത്തിലൂടെ ദൈവം കരുണയുള്ളവനാണ്. ഞങ്ങളൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. മാറ്റം ആഗ്രഹിച്ചിട്ട് ഞങ്ങള് ഒരു പുതിയ മനുഷ്യനാകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഡിസൈപ്പിളാണ്, ഒരു ശിക്ഷനാണ് നടക്കുന്നതിനായിട്ട്. അത് ഞങ്ങൾക്ക് കർത്താവെങ്കില് ദൈവമേ അങ്ങില് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വേണം. ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല, കർത്താവെ വിശ്വസിക്കാനായിട്ടുള്ള കാര്യങ്ങൾ സിറ്റുവേഷൻസ് വരുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു സോൾട്ടിനെസ് ഞങ്ങൾക്ക് വേണം. ഞങ്ങളൊരു യൂസ്ഫുൾ ആക്കണമെങ്കിൽ കർത്താവ് അതിന്റെ ഈശോയെ സ്തോത്രം. ഈ ലോകത്തിന് കർത്താവെ ദൈവത്തെ അങ്ങ് അറിയിക്കുന്നതിന് സോൾട്ടിനെസ് ഞങ്ങൾക്ക് തരണമേ. കർത്താവ് അതിന്റെ ഈശോയെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കാൻ കർത്താവെ ഞങ്ങളെ തന്നെ ദൈവത്തിന് മുമ്പിൽ ദൈവമേ ഞങ്ങളുടെ കുറവുകളെ കാണിച്ച് ആശ്രയിക്കുന്ന ഒരു വിശ്വാസം, സ്നേഹം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ആരാധിക്കുന്ന മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ. മറ്റുള്ളവരെ കുറവുകളെ കുറച്ച് കാണുന്നതിനും കൂടുതൽ സ്നേഹിക്കുന്നതിനും കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു അങ്ങ് കർത്താവിന് സ്തോത്രം ചെയ്യാം. നല്ല ആലോചനയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. സ്വന്തം രാവിലെ സംഘത്തിൽ കൂടി നാം കേൾക്കുവാനിടയായി തീർന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്കാണ് കൃപ ആവശ്യമുള്ളത്. തികഞ്ഞവർക്ക് കൃപയുടെ കാര്യമില്ല, തികഞ്ഞവർക്ക് കൃപ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് കേരള സംഘത്തിൽ പറഞ്ഞു. ഇറ്റ് ഈസ് വി ഹു ഡിസേർവ്സ് ഗ്രേസ്. കൃപ നമുക്കാണ് ആവശ്യം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനം കേട്ടു. ആമേൻ. ഈശോ ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും തിന്നുകയും കുടിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ പരീക്ഷന്മാർ ഉള്ളത്തിൽ വിധിച്ചു. ശിഷ്യന്മാർ നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഉടമനക സ്വതര. ഈശോ അവരോട് പറഞ്ഞ മറുപടിയാണ്. അവൻ സ്വതന്ത്രം ചെയ്യുന്നു.
ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. പിന്നെ യാഗത്തിലല്ല കരുണയിൽ അത്രേ ദൈവം പ്രസാദിക്കുന്നുവെന്ന് വചനത്തിൽ എഴുതിയത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സ് തിരിച്ചറിഞ്ഞിക്കൊള്ളായിരുന്നു. ഡോക്ടർ പറഞ്ഞ അനേക ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാര് അവൻ പറയും, അവൻ സ്വതന്ത്രം ചെയ്യുന്നു, പുകവലിക്കരുത്, പക്ഷെ പുള്ളി പുകവലിക്കുന്ന പുള്ളിയാകും. അവൻ സ്വതന്ത്രം ചെയ്യുന്നു, കൊളസ്ട്രോള് കുറയ്ക്കണം, പുള്ളി നല്ല കുടവയറൊക്കെ വെച്ച് നല്ല അവൻ വലിപ്പമുള്ളൊരു ഡോക്ടറാകും. പുള്ളി ആഹാരത്തിന് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല. പക്ഷെ ചാടിക്കേറി മറ്റുള്ളവരെ വിധിപ്പാൻ ഒരു മടിയും ഇല്ല. ഈശോ അങ്ങനെയല്ല, വിധിക്കുന്നവനല്ല, അവൻ ചുങ്കക്കാരുടെ കൂടെ അറിയാം ഇവർക്കാണ് എന്നെ കൊണ്ട് ആവശ്യമുള്ളത്. ഇന്ന് പകൽ ഈ ആരാധകർ നമ്മുടെ ഈ വർഷത്തിന്റെ ചിന്താ വിഷയം തന്നെ ഏതാ? എങ്ങനെ പാപമില്ലാതെ ജീവിക്കാം, വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. കാരണം അവിടെ ഞങ്ങൾക്ക് എത്തണം. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരു കുറവ്, അയ്യോ ഞാൻ കുറവുള്ള വ്യക്തിയാണ്. എപ്പോഴും ശരിയാ, ഞാൻ ഡോക്ടറായി, എനിക്ക് വചനം അറിയാൻ പറയുന്നുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ കുറവുകൾ മാത്രം എപ്പോഴും കാണുകയാണ്. അന്നേരമായി രാവിലെ സംഘടനം പറഞ്ഞു, അപ്പനെ തിരിച്ചറിയണം, അപ്പനെ തിരിച്ചറിയണം. കൃപയുടെ അപ്പൻ അത്ര സ്നേഹനിധിയായിരുന്നു. അപ്പനെ മനസ്സിലായി നമ്മുടെ അവസ്ഥ എന്താണെന്ന്. അതുകൊണ്ടാണ് കാലത്തിന്റെ തികവെങ്കിൽ തന്റെ പുത്രനെ കൃപയുടെ മൂർത്തിഭാവമായ ഈശോയെ താണഭൂമിയിലേക്ക് അയച്ചു. അവനറിയാം മനുഷ്യരായ നമ്മെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഇമ്പോസിബിൾ. അവൻ വന്നിട്ട് നമുക്ക് കൊടുത്തു വിട്ടാൻ കഴിയാത്തതൊക്കെയും ചെങ്കിലെ അവസാനത്തുള്ളി രക്തം വരെയും കൊടുത്തു വീട്ടിയിട്ട് പറഞ്ഞു, വാ എന്റെ അടുക്ക വാ. എന്നാൽ പലപ്പോഴും കൃപ പ്രാപിച്ചവരായി നാം മറ്റുള്ളവരെ കാണുമ്പോൾ ക്ഷമ കാണിക്കാൻ കഴിവില്ലാതെ, സഹോദര നിൽക്കുക, നിന്റെ കണ്ണിൽ എന്താ കിടപ്പുണ്ട്? കരട് കിടക്ക്. നമ്മുടെ കണ്ണിൽ കോല് കിടക്കുക. അവൻ സ്വന്തം ചെയ്യും. ഡോക്ടർ പറഞ്ഞ പോലെ എപ്പോഴും പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളോട് പറയാം, എപ്പോഴും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കണം. നമ്മളോ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. എന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും. വലിയ കുറവുള്ളപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടുകളെ തെരഞ്ഞു പോയിട്ട് അവരെ പിടിച്ച് അവരെ വിധിക്കാൻ. അതുകൊണ്ട് നമ്മൾ കണ്ടു, അമസ്വം ഉപമയില് അമസ്വം ചെയ്യുന്നു. 500 താലന്ത് കടമുള്ളൊരു മനുഷ്യനോട് ആ രാജാവ് കംപ്ലീറ്റ്ലി ഫോർഗീവ് ചെയ്തു, ക്ഷമാണിത്. പോകുന്ന വഴിയില് 20 താലന്ത് അല്ലെങ്കിൽ വെള്ളിക്കാശ് കടപ്പെട്ടവനെ കണ്ടപ്പോൾ ഈ 500 താലന്ത് ക്ഷമിക്കപ്പെട്ടവൻ എന്ത് ചെയ്യോ, കൊങ്ക് പിടിച്ചവനെ എവിടെ കൊണ്ടിടുകയോ, തടവറയിൽ കൊണ്ടിടുകയോ. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ദൈവത്തിന്റെ വചനം പറയുക, അമേശ്വരം ചെയ്യുന്നു, കരുണ കാണിപ്പാൻ നാം പഠിക്കണം. ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിയാൻ പഠിക്കണം. ഡോക്ടർ ആദ്യമേ പറഞ്ഞു, കർത്താവെ ഞാനും പ്രാർത്ഥിക്കുക എന്റെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ട് ഒന്നുണരാൻ. അവൻ അതിനുള്ള ബന്ധത്തിൽ വചനം പറഞ്ഞു, ഈശോ പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ ചൂഴ്ന്നുകളെ, കൈ വെട്ടിക്കളെ. കാരണം നിന്റെ ജീവിതത്തിൽ ഒരു ഇടർച്ച വരാതെ മുന്നേറേണ്ടതിന് നിന്നെ തന്നെ ഏൽപ്പിക്കുക. പിന്നെ ഒരു കാര്യം, വിഷമിക്കേണ്ട, നിന്റെ കുറവ് നീ നിനക്കാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് നിന്നെ എന്ത് ചെയ്തത്, സ്നേഹിച്ചത്. അപ്പോൾ ഒരു കാര്യം അറിയണം, അപ്പന്റെ സ്വഭാവം മനസ്സിലാക്കണം. എന്നിട്ട് കൃപ അതിനുവേണ്ടി അതിനെ കൊണ്ടാക്കി. കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺമെറിറ്റഡ് ഗിഫ്റ്റ്. നിനക്കിത് അർഹതയില്ലാത്തൊരു കാര്യം, കർത്താവിന്റെ അർഹതയില്ലാത്തൊരു കാര്യമാണ്. അൺഡിസർവ്ഡ് ആണ്. ചോദിക്കാൻ നമുക്ക് പലപ്പോഴും മടിയായി. എനിക്കത് അറിയിക്കാത്തത് ഞാൻ എങ്ങനെയാ പോയി ചോദിക്കുന്നത്? ഞാൻ പരിശുദ്ധാത്മ പോലെ പറഞ്ഞു, അപ്പനെ തിരിച്ചറി, അപ്പന്റെ സ്വഭാവം തിരിച്ചറി. ശരിയാ, നീ രോഗിയാ, അതിനാ വൈദ്യനായാലും ഗിലായതിലെ പരമവൈദ്യനും ഇവിടെ ഉണ്ട്, നിന്നെ സൗഖ്യമാക്കാൻ തയ്യാറായിട്ട്. ഉടമനകസിയ ലോകം പലതും പറയും, പരീക്ഷന്മാർ പലതും പറയും, അവൻ സ്വന്തം. പക്ഷേ ഇന്ന് അപ്പനെ തിരിച്ചറിഞ്ഞ് ലോകം എന്നും പറയട്ടെ, നീ അപ്പനെടുക്കവാ. ലോകം അനേകം വിളിച്ചു പറഞ്ഞു ദാവീദിനെ കുറിച്ച്, അവൻ കൊള്ളില്ല, അവൻ ഈ ദോഷമെല്ലാം ചെയ്തു, അതെല്ലാം അവൻ ഇവനെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവൻ അപ്പന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ട് അപ്പന്റെ അടുക്കലേക്ക് പോവുക. നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണേ കർത്താവേ. ഞാൻ കുറവുള്ളവനാ, എന്നിൽ നന്മയില്ല, പക്ഷെ അപ്പനെ അവൻ തിരിച്ചറിഞ്ഞു. അവനോട് ഈ അപ്പനെടുക്കെ ചെന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അപ്പൻ അവനെ കൈക്കൊണ്ട്. അവന് ഒരു അർഹതയില്ല, ഒരു ഡിസർവിംഗും ഇല്ല. അപ്പൻ അവനെ കൈക്കൊണ്ടെന്ന് മാത്രമല്ല, അവൻ താണ ഭൂമിയിലേക്ക് ദീനക്കാരെ രക്ഷിക്കാൻ വേണ്ടി, സിക്കായിട്ടുള്ള പീപ്പിളെ രക്ഷിക്കാൻ വേണ്ടി വൈദ്യനെ അയക്കേണ്ടി വന്നപ്പോൾ ആരെ തിരഞ്ഞെടുത്തെന്നറിയാമോ? ആരുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തെന്നറിയാമോ? അവൻ ദാവീദിന്റെ സന്തതിയായിട്ട്
ദാവീദിന്റെ കുടുംബത്തെ, ഏറ്റവും സിക്കായിട്ടുള്ള ദാവീദിന്റെ കുടുംബത്തെ തെരഞ്ഞെടുത്തിട്ട്, എന്നിട്ട് ആ ദൈവത്തിന് ഒരു നാണക്കേടുമില്ല. അവൻ ഈ കുറവുള്ള സിക്കായിരുന്ന ദാവീദിന്റെ പേര് പറയാൻ കാരണം അവന്റെ കുറവുകൾ ദൈവം അങ്ങ് നികത്തി. കാരണം അവൻ പരമവൈദ്യന്, കിലവായതിലെ പരമവൈദ്യന് എന്റെ എല്ലാ കുറവുകളെയും അവൻ നികത്തി തികവ് വരുത്തി എന്നെ ഉന്നതിയിൽ എത്തിക്കുന്ന ഒരു ദൈവമാണ്. ഈ ലോകത്തിൽ ഏതെല്ലാം അഹിതോഫേൽമാരും കുറവില്ലാത്തവരും എന്നെ വിധിക്കാൻ വന്നാലും എന്റെ പക്ഷം നിന്ന് എന്നെ മറയ്ക്കുന്നവനാ. അതേ ദീനക്കാരനല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ അവന്റെ പരമവൈദ്യനാന്ന് പറഞ്ഞ് അവൻ ദാവീദിന് അവൻ പരമവൈദ്യനായെന്ന് മാത്രമല്ല, അവൻ തന്റെ മകൻ, തന്റെ ദാസൻ എന്ന് വിളിക്കാൻ അവൻ ദാവീദിനെ കുറിച്ച് ദൈവം ലജ്ജിച്ചില്ലെന്ന് മാത്രമല്ല, സുവിശേഷം പൗലോസ് പറയുക, എന്താണ് എന്റെ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി. അഡ്രസ് ചെയ്യുന്ന ആരുടെ പേര് വെച്ചാൽ നോക്കണേ, സിക്കായിട്ടുള്ള ദാവീദിന്റെ പേര് വെച്ച്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക. അതാണ് എന്റെ ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ്. എന്ന് പകൽക്കാലം ദീനക്കാരനല്ലാതെ വൈദ്യനെ കൊണ്ട് എന്ത് ചെയ്യില്ല, ആവശ്യമില്ല. ഇന്ന് പകൽക്കാലം സങ്കീർത്തനത്തിൽ കൂടെ പറഞ്ഞു, അവൻ പറഞ്ഞ പോലെ അവൻ കേല പറയാനിടയാ, ആർക്കാണ് ഗ്രേസ്? എനിക്കാണ് ഗ്രേസ്. പെർഫെക്റ്റ് ആണ് പിന്നെ ഗ്രേസിന്റെ കാര്യം ഇല്ല. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ ധൈര്യപൂർവ്വം കൃപാസനത്തോടെത്തിയില്ല. ശരിയാ, കുറവുകൾ അനവധിയുണ്ട്. അനേക വചനങ്ങള് കർത്താവിന്റെ ദാസൻ പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കേട്ട വചനത്തിന് മുമ്പാകെ അവൻ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് രാത്രി ശരിയാ, നമ്മുടെ കുറവുകൾ നാം അറിയുന്നു. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഒരു വൈദ്യനുണ്ട് കേട്ടോ. നമ്മെ തള്ളിക്കളയാത്ത വൈദ്യൻ, നമ്മുടെ പാപരോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്നവൻ, നമ്മോട് കരുണ കാണിക്കുന്നവൻ, തന്റെ ചങ്കല ചോര മുഴുവനും എന്റെ പാപക്കടത്തിന് വേണ്ടി ഊറ്റി തന്നവൻ, ആ രക്തം കൊണ്ട് എന്നെ കഴുകി വെണ്മയാക്കിയവൻ. ഇന്ന് പല ആരാധനയ്ക്കിരിക്കുമ്പോൾ കുറ്റബോധം വേണ്ട. അവന്റെ അടുക്കവാ. അവൻ ഒന്ന് കുറവനെ കുറിച്ച് ബോധ്യമാണ്, കണ്ണിലെ കോലിനെ കുറിച്ച് ബോധ്യമാണ്. വിഷമിക്കണ്ട, കടന്നു വന്ന് പാ എന്റെ ബലഹീനത എവിടെയാ? അതുകൊണ്ട് ദാവീദ് ചോദിച്ചു, നിന്റെ ദാസൻ അവൻ നീ കൃപയും കരുണയും മഹാദയും ദീർഘക്ഷമയുള്ളവന്. അവൻ സ്വന്തം നീ വിശ്വസ്തനായ ദൈവമാ, പക്ഷേ നിന്റെ ദാസന് നിന്റെ ശക്തി തരണം. ശരിയാ, നീ കൃപ തന്നു, അതുകൊണ്ട് ഇന്ന് ഞാൻ പകൽ നിന്നെ ആരാധിക്കുന്നു. അവൻ കൃപയോടൊപ്പം കൃപയുടെ മറ്റൊരു ഭാവമായ ശക്തി. ഞാൻ ബലഹീനനാകുമ്പോൾ, ഞാൻ ക്ഷീണിക്കുമ്പോൾ ബലം തന്ന് ഞാൻ വീണെടുത്തുന്നെഴുന്നേറ്റ് ദൈവവചനത്തെ തിരിച്ചറിഞ്ഞ് മടങ്ങി വരുവാൻ, അവൻ എന്നെ തന്നെ ക്രമീകരിപ്പാന്, വചനത്തിന് അനുഷ്ഠിതമായി ജീവിതം നയിക്കുവാന്, അവൻ ഞാനൊരു ഉപ്പായി മാറത്തക്കവണ്ണം എന്നും ഈ പാപത്തിൽ തുടർന്ന് നശിക്കാനല്ല, ഞാൻ ഈ ഭൂമിയുടെ ഉപ്പാകാൻ, ഞാൻ ഈ ഭൂമിയുടെ വെളിച്ചമാകാൻ. ഹല്ലേലൂയ. അവൻ ഞാൻ ആ കണ്ണിന്മേൽ പ്രകാശിക്കുന്ന ഒരു വെളിച്ചമായി ദീപമായി ശോഭിപ്പാൻ കർത്താവേ കൃപ തരണമേ എന്ന് നാഥനോട് ചോദിക്കാൻ. ഇന്ന് യാചിക്കുന്നവർക്ക് കിട്ടും. നമ്മൾ കേട്ടു. അവൻ ചോദിക്കണം, കൃപ ചോദിച്ചാലേ കിട്ടൂ. അവൻ അപ്പനെ അറിയണം. അവൻ സ്വന്തം അപ്പനെ അറിഞ്ഞുകൊണ്ട് ആ മുടിപുത്രൻ ചോദിക്കാൻ മടിച്ചില്ല. അവൻ ആദ്യം കുറെ സമയമെടുത്തു, കാരണം അവൻ അർഹതയില്ലെന്നറിയാം. എങ്കിലും അവൻ തീരുമാനിച്ചു, എന്റെ അപ്പന്റെ അടുത്ത് പോകും. മോനായിട്ടൊന്നും തരാൻ പറയത്തില്ല, ഒരു വേലക്കാരനായിട്ടെങ്കിലും ചോദിക്കാൻ തീരുമാനിച്ചു. യാചിപ്പീനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും, ഒരു യാചിക്കുന്നേവനും ലഭിക്കും. ഇന്ന് പകൽക്കാലം വൈദ്യന്റെ അടുത്ത് പോയി, അപ്പാ പരമവൈദ്യനെ എന്റെ പാപരോഗത്തെ ചികിത്സിക്കണമേ അവൻ എന്ന് നീ ഒന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടിയ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് പകൽ നിനക്ക് വേണ്ടിയുള്ള കൃപ അവന്റെ കയ്യിലുണ്ട്, ധാരാളം കൃപ. അവൻ എന്റെ കൃപ നിനക്ക് മതിയെന്ന് വചനം പറയുന്ന പോലെ കർത്താവ് നിനക്ക് കൃപ ധാരാളം. അതോടൊപ്പം എന്റെ ശക്തി, നീ ബലഹീനനാകുമ്പോൾ തന്നെ നീ ശക്തനാകുന്നു പറയത്തക്കവണ്ണം നിന്റെ വീക്ക് പോയിന്റില് അവന്റെ ശക്തിയുടെ ആദിക്കുന്നതിനെ പകർന്ന് നിന്നെ നടത്തുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ ധൈര്യം കാണിച്ചില്ല, മുമ്പിലോട്ട് വന്ന വചനം പറയാൻ തന്നെ ഉയർത്തട്ടെ. തന്നെ കൂടി ദൈവത്തിന്റെ വചനം അനേകരെ അവൻ കേൾപ്പിക്കാൻ ദൈവം മുഖാന്തരമാകട്ടെ. ഈ നാളുകളിൽ നമുക്കും ആ വചനത്തിനുമ്പാകെ ശോധന ചെയ്യാം. ഈ നാളുകളിൽ നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞിട്ട് അവൻ മറ്റൊരു വ്യക്തിയെ വിധിക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ യേശു പറഞ്ഞു വിധിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് അവൻ ഉപമയായി 7-ാമത്തെ മത്തായി സുവിശേഷത്തിൽ സംസാരിക്കാതെ ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിലൂടെ മടങ്ങി പോകുമ്പോഴുള്ള നമ്മുടെ പല അറിവുകളെയും അവൻ അതിന്റെ അടിസ്ഥാനം ഇടക്കുന്ന ആ വചനം അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ കർത്താവേ ഞാനപ്പോൾ ജീവിക്കുന്ന രീതിയോ എങ്ങനെയെന്ന് ചോദ്യം ചെയ്യുന്ന അവസ്ഥകളിലേക്ക്. അതുകൊണ്ട് ഈ വചനം എപ്പോഴും പരിശോധിക്കണം, വചനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കണം.
അന്നേരം മാത്രമേ ഞാൻ നടക്കുന്ന പാത ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയത്തുള്ളൂ. ഈ നാളുകളിൽ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. മറ്റുള്ളവരെ വിധിക്കാത്തവരായിരിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കാൻ. സ്നേഹം അവിടെ തന്നെ പറഞ്ഞു. വിധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, ഒരു തെറ്റ് കണ്ടാല് മിണ്ടാതിരിക്കണമെന്നല്ല എന്റെ അർത്ഥം. അവൻ തന്നെ ഇരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എല്ലാം പറഞ്ഞു, നീ അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോയി അവനോട് എന്ത് ചെയ്യണം? പറയണം, അവനെ ബോധ്യം വരുത്തണം. അവൻ എന്നിട്ടും അവൻ കേട്ടില്ലെങ്കിൽ തള്ളിക്കളയല്ല, വേണം അടുത്ത രണ്ടുപേരെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി അവനോട് പറയണം. എന്നിട്ടും കേട്ടില്ലെങ്കിൽ സഭയുടെ മുമ്പാകെ ആ വിഷയം കൊണ്ടുവരും. എന്നിട്ടും ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, നീ അവനോട് യാതൊന്നും ഇല്ലാത്തവനായി മാറിയിരുന്നോ, ഓക്കെ എന്ന് കർത്താവ് പറഞ്ഞു. അവൻ എന്നിട്ടൊരു കാര്യം അടുത്ത പറയുക, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിലും. ഒരു കാര്യം, ഒരു വ്യക്തിയോട് നീതിയായി കർത്താവ് പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, വിധിക്കാൻ പോകാതെ, അവനെ അടിച്ച് തകർക്കാതെ, അവനോട് വ്യക്തിപരമായി ഇൻട്രസ്റ്റ്, അവിടെ പോയിട്ട് അവന്റെ കാര്യങ്ങളെ ഓർപ്പിച്ച് ക്രമത്തിലായി കർത്താവിന്റെ വനപ്രകാരം നീ കാര്യം ചെയ്തിട്ടും നീ അവരെ രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ യു ഹാവ് അതോറിറ്റി ടു കീപ് യുവർ സെൽഫ് അവേ. അന്നേരം ഓർത്തോണം, കർത്താവിന്റെ ആജ്ഞ കരുണ കാണിക്കാനാണ്. എന്നിട്ടൊരു കാര്യം, എന്നിട്ട് കർത്താവ് പറയുന്ന അധികാരം, നീ അവൻ നിനക്ക് അവൻ ജാതി പോലെ ചുങ്കക്കാരനെ പോലെ ആയിരുന്നാലും നീ പിന്നെ പറയുന്ന ഒരു കാര്യം കർത്താവ് പറയാം, നീ വ്യവസ്ഥയിൽ ജീവിച്ചാൽ കർത്താവ് പറഞ്ഞാൽ നീ പിന്നെ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ എന്ത് ചെയ്യും? അതിന്റെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഒരാള് വചനപ്രകാരം കാര്യങ്ങൾ ചെയ്തിട്ട് ആ വ്യക്തി അനുസരിച്ചില്ലെങ്കിൽ എന്റെ മേൽ അത്ര പവറാ. ദൈവമക്കളെ ഒരു കാര്യം, നിങ്ങളുടെ മേലുള്ള അധികാരം അതുപോലെ. നീ ഒരു വാക്ക് പറഞ്ഞാൽ സ്വർഗം അതിൽ ബൈൻഡ് ചെയ്യും. നിങ്ങൾക്കറിയാം അതിന്റെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യനോട് യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലും താഴ്വരയിലും നിൽക്കുക. ഇവൻ സാധാ ഒരു പുഴുവായ മനുഷ്യനാണ്. പക്ഷേ ജോഷുവ പറഞ്ഞ വേർഡിനെ സ്വർഗം ബൈൻഡ് ചെയ്തു. യെസ്, ലെറ്റ് ഇറ്റ് ബി സോ. അർത്ഥം, ഒരു ഭക്തനായി ദൈവദാസനായി നിങ്ങൾ കർത്താവിന്റെ വേലയിൽ ചെയ്യുമ്പോൾ അമേശ്വരം പലപ്പോഴും അങ്ങനെയുള്ള അധികാരം നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം വിധിക്കുന്നവരായിരിക്കും നമുക്ക് ആഗ്രഹമില്ലാത്തത് ഉപയോഗിക്കാറില്ല. ഒത്തിരി പേര് ഉപയോഗിക്കും. പക്ഷെ കാര്യം നീ വ്യവസ്ഥയിൽ നിന്ന് ഉപയോഗിച്ചാൽ നീ ബൈൻഡ് ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവം അതിനെ ബൈൻഡ് ചെയ്യും. അവൻ പറഞ്ഞതുപോലെ തന്നെ മോശയോട് കൂടെ തന്നെ ഇരുന്നു. മോശ പറഞ്ഞതുപോലെ ദൈവം പല കാര്യങ്ങളും ചെയ്തു. കാരണം തന്റെ ഭക്തന്മാരുടെ കൂടെ ഇരിക്കുന്ന ദൈവം. പക്ഷെ ഒരു കാര്യം, വചനത്തിൽ നിൽക്കണം. ഇന്ന് പകൽക്കാലം വിധിക്കുന്നവരാകരുത്. വിധിക്കാതെ വ്യവസ്ഥയിൽ നാം ജീവിച്ചവരായാൽ അത് കർത്താവ് നമ്മോട് കൂടെ ഇരിക്കാൻ മുഖാന്തരമാകും. ഈ നാളുകളിൽ കർത്താവ് അതിനായി നമ്മെ തുണയ്ക്കട്ടെ. അവന്റെ പാതകൾ നടക്കാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. അവന്റെ വഴികളിൽ വചനം നോക്കി സൂക്ഷിച്ചു നടക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ തെറ്റുകളെ തിരുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വർഷം അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ വിശുദ്ധിയിൽ തികഞ്ഞവരായി ഇന്ന് മരിച്ചാൽ നിത്യത്തിലെത്തത്തക്കവണ്ണം ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി ഇന്ന് പകൽക്കാലം അവന്റെ ബലം, സർവശക്തനായ ദൈവത്തിന്റെ ശക്തി തേടാം. കർത്താവ് പറയാൻ, കർത്താവെ ആ കൃപയിൽ കൂടി ഞങ്ങൾക്ക് തരുന്ന ശക്തിക്കായി ഞങ്ങൾ ചോദിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ്